ഹലോ വ്യൂവേഴ്സ്, എൻ്റെ പേര് മനോജ്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കൂടി MX Excel ഷോർട്ട്കട്ട് കീയെക്കുറിച്ചും എക്സലിൽ VLOOKUP ഫംഗ്ഷനെക്കുറിച്ചുമെല്ലാം കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോസ് കണ്ടവരിൽ കുറേയേറെ പേർ MX Excel തുടക്കം മുതൽ പഠിക്കാൻ ഉതകുന്ന വിധത്തിൽ ഒരു വീഡിയോ സീരീസ് തയ്യാറാക്കി അപ്ലോഡ് ചെയ്യാൻ നിരന്തരമായി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഇന്നു മുതൽ MS Excel ഇറ്റ്സ് സോ ഈസി ടു ലേൺ എന്ന ഒരു ക്യാപ്ഷനിൽ ഒരു വീഡിയോ സീരീസ് ചെയ്തു തുടങ്ങുകയാണ്. ഈ വീഡിയോ സീരീസ് ഇതുവരെ എക്സൽ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് കൂടി പ്രയോജനകരമാകുന്ന തരത്തിലാണ് അവതരിപ്പിക്കുന്നത്. അതായത് ഞാനിവിടെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്തെന്നാൽ, റിയൽ ലൈഫിൽ ഉപയോഗിക്കേണ്ടി വരുന്ന പ്രാക്ടിക്കലായിട്ടുള്ള കുറേ സാമ്പിൾ എക്സസൈസ് എടുത്ത് അവ എങ്ങനെ എക്സൽ ഉപയോഗിച്ച് ചെയ്യാം എന്ന ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് അവതരിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എക്സലിൽ ഒരു എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം എക്സൽ പഠിച്ചു പോകുക എന്ന ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്രകാരം ചെയ്യുമ്പോൾ കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് പഠിക്കാൻ സാധിക്കും. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓരോ പ്രാക്ടിക്കൽ എക്സസൈസും നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ എക്സൽ എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. യൂട്യൂബിൽ എക്സൽ പഠിപ്പിക്കുന്ന ധാരാളം വീഡിയോസ് ഉണ്ടെങ്കിലും അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു രീതിയായിരിക്കും ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് പ്രാക്ടിക്കലായി റിയൽ ലൈഫിൽ ഉപയോഗിക്കേണ്ടി വരുന്ന എക്സസൈസ് സാമ്പിൾസ് ആയിരിക്കും ഞാനിവിടെ കൂടുതലും ഉപയോഗിക്കുന്നത്. ഓരോ എക്സസൈസും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കുന്നതിനോടൊപ്പം നിങ്ങളും അവ ഓരോന്നും സ്വന്തമായി ചെയ്തു നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്കും എക്സൽ വളരെ ഈസിയായി പഠിച്ചെടുക്കാൻ കഴിയുന്നതിനോടൊപ്പം പുതിയതായി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ MS Excel ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സിനിമ കാണുന്നത് പോലെ ഈ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങളുടെ എക്സൽ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയില്ല. എത്രത്തോളം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നുവോ അത്രത്തോളം എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എക്സൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം ഞാൻ ഈ വീഡിയോ സീരീസിൽ കൂടി പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക കൂടി വേണം. എങ്കിൽ മാത്രമേ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടുകയുള്ളൂ. നമ്മളിൽ മിക്കവാറും എല്ലാവർക്കും കമ്പ്യൂട്ടറിൽ യൂട്യൂബ് നോക്കാനും ഫേസ്ബുക്ക് നോക്കാനും ഒരുപക്ഷെ അവരുടെ ഇമെയിൽ തുറന്ന് നോക്കാനോ അല്ലെങ്കിൽ ഇമെയിൽ അയക്കാനോ ഒക്കെ അറിയാമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരോട് കമ്പ്യൂട്ടറിൽ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തെടുക്കാനോ ഒക്കെ പറഞ്ഞാൽ അവർ പറയും, അയ്യോ ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ അറിയില്ല എന്ന്. ഫണ്ടമെൻ്റലായി കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിച്ചവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്നത് അവരുടെ ഒരു തെറ്റായ ധാരണയാണ്. കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരിടത്തും പോയി പഠിച്ചിട്ടില്ലാത്ത എത്രയോ ആൾക്കാർ പഠിച്ചവരെക്കാൾ നന്നായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കാണാം. ഇവിടെ പഠിക്കാനുള്ള താല്പര്യമാണ് പ്രധാനം. താല്പര്യമില്ലാത്ത ഒരു കാര്യം എത്ര പഠിച്ചാലും ശരിയാവില്ല. എന്ത് കാര്യം പഠിക്കുമ്പോഴും നമുക്ക് സംശയങ്ങളുണ്ടാകും. ആ സംശയങ്ങൾ ക്ലിയർ ചെയ്തു പോവുകയാണ് വേണ്ടത്. നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ചോദിക്കുന്ന കാര്യങ്ങൾ മണ്ടത്തരമായി പോകുമോ എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യവുമില്ല. എല്ലാ കാര്യങ്ങളും അറിയുന്നവരായി ലോകത്തിൽ ആരുമുണ്ടാവില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചോദിക്കുന്ന ആളിന് അറിയില്ലാത്തതുപോലെ സംശയം ചോദിച്ച ഒരാളിന് അറിയാവുന്ന ചില കാര്യങ്ങൾ നമുക്കും അറിവുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും എന്നോട് ചോദിക്കാൻ മടിക്കാതിരിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ കഴിയുന്നതും എൻ്റെ വാട്സപ്പ് നമ്പർ വഴി വോയിസ് മെസ്സേജായി അയച്ചാൽ നന്നായിരിക്കും. അങ്ങനെയാകുമ്പോൾ എനിക്കും എൻ്റെ ഫ്രീ ടൈമിൽ അവയ്ക്ക് അതുപോലെ വോയിസ് മെസ്സേജ് വഴി റിപ്ലൈ ചെയ്യുന്നതിനൊക്കെ സൗകര്യമായിരിക്കും. നമുക്കറിയാം, ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലോ ക്ലറിക്കൽ ജോബ് ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടി വരുന്ന ജോലി പലതരത്തിലുള്ളതാണ്. അവ പല കാറ്റഗറിയായി തിരിക്കാം. ചിലർക്ക് പലപ്പോഴും ലെറ്റർ ടൈപ്പ് ചെയ്യേണ്ടതായി വരും. മറ്റു ചിലർക്ക് കണക്കുകൾ കൈകാര്യം ചെയ്യേണ്ടതായി വരാം. വേറെ കുറേ പേർക്ക് കോൺഫറൻസ് ഒക്കെ നടക്കുമ്പോൾ വിഷ്വൽ പ്രസൻറ്റേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഓരോ ജോലിയും ഓരോ തരത്തിലുള്ളതാണ്. ഇതുപോലെ പല തരത്തിലുള്ള ജോലികൾ എളുപ്പത്തിൽ ചെയ്യാനായി, ഓരോ ടൈപ്പ് ജോലിയും ചെയ്യാനായി പ്രത്യേകം സോഫ്റ്റ്വെയറുകൾ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവയെല്ലാം കൂടി ചേർത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന പേരിൽ ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആയിട്ടാണ് മൈക്രോസോഫ്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന സോഫ്റ്റ്വെയർ പാക്കേജിൽ വേർഡ്, എക്സൽ, ആക്സസ്, പവർ പോയിൻ്റ് എന്നു തുടങ്ങി ഓരോരോ ആവശ്യത്തിനുതകുന്ന രീതിയിൽ ഓരോ സോഫ്റ്റ്വെയർസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന പാക്കേജിലെ എല്ലാ സോഫ്റ്റ്വെയറും പഠിച്ച ഒരാൾക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ സാധിക്കുന്ന എന്ത് കാര്യവും മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. ഫണ്ടമെൻ്റലായി കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ച്
വേർഡ്, എക്സൽ, പവർ പോയിൻ്റ് എന്നിവ മനസ്സിലാക്കിയാൽ തന്നെ ഒരു ഓഫീസിൽ ചെയ്യേണ്ടി വരുന്ന മിക്കവാറും എല്ലാ ജോലികളും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അതായത് ലെറ്റേഴ്സ് എല്ലാം ടൈപ്പ് ചെയ്യുന്നതിന് MS വേർഡും മറ്റു കാൽക്കുലേഷൻസ് ഉൾപ്പെട്ട ജോലികൾ ചെയ്യുന്നതിന് MS എക്സലും പിന്നെ എന്തെങ്കിലും പ്രസൻറ്റേഷൻ അങ്ങനെ ഡിസ്പ്ലേ പ്രസൻറ്റേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനായി പവർ പോയിൻറ്റും ഉപയോഗിക്കാം. അതുപോലെ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിച്ച ഒരാൾക്ക് MS ആക്സസ് ഉപയോഗിച്ച് അവരുടെ ഓഫീസിന് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് പല സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസും ഉണ്ടാക്കാം. MS ഓഫീസ് എന്ന സോഫ്റ്റ്വെയർ പാക്കേജിലെ MS എക്സൽ അതായത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ് ഈ വീഡിയോ സീരീസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിയുന്നതും കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചായിരിക്കും ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് എക്സലിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് പല രീതിയിൽ പല മെത്തേഡുണ്ട്. ഉദാഹരണമായി എക്സലിൽ കുറേ നമ്പേഴ്സ് ആഡ് ചെയ്തെടുക്കണമെന്ന് വിചാരിക്കുക. അതിന് മൗസ് മാത്രം ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം. മൗസ് മാത്രം ഉപയോഗിക്കുന്നത് തന്നെ പല രീതിയിൽ ചെയ്യാം. അതുപോലെ മൗസ് തൊടാതെ കീബോർഡ് മാത്രം ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ മൗസും കീബോർഡും ഉപയോഗിച്ച് ചെയ്യാം. കീബോർഡ് ഉപയോഗിക്കുന്നത് തന്നെ പല രീതിയിലാകാം. ഇങ്ങനെ MS എക്സലിൽ കീബോർഡ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും യൂസ് ചെയ്യേണ്ടി വരുന്ന കോമൺ ആയിട്ടുള്ള കുറേ കീസ് ഉണ്ട്. അതുപോലെ തന്നെ അവയുടെ ചില കോമ്പിനേഷൻസും ഉണ്ട്. ഞാൻ ഈ എക്സൽ ട്യൂട്ടോറിയൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ സീരീസിൽ കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുന്ന കീബോർഡും അവയുടെ കോമ്പിനേഷനും എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്പ്ലേ കാണിക്കാം. കാരണം ഇനി മുതൽ ഞാനത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഏത് കീ ആണ് പ്രസ് ചെയ്യേണ്ടതെന്നൊരു സംശയം വരാതിരിക്കണമെങ്കിൽ അതൊന്ന് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. അതായത് സാധാരണ എക്സൽ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന കീസും കോമ്പിനേഷൻസുമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അത് ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം നമുക്ക് എക്സലിൻ്റെ സ്ക്രീനിലേക്ക് വരാം. മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന കുറേ കീസ് ഉണ്ട്. അതിൻ്റെ കോമ്പിനേഷൻ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഭാഗം കാണിക്കുന്നത്. കാരണം തുടക്കക്കാർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ഞാൻ ഈ വീഡിയോ സീരീസിൽ ആ കീബോർഡിൻ്റെ കോമ്പിനേഷൻസ് മാത്രം പറഞ്ഞു പോകും. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കീ പ്രസ് ചെയ്യേണ്ടതെന്നൊന്ന് ജസ്റ്റ് കാണിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതലായി എക്സൽ ഉപയോഗിക്കുന്ന ഒരു കീ ആണ് എസ്കേപ്പ് കീ. ഈ ഒരു കീ, ഇതിൻ്റെ പേര് എസ്കേപ്പ് കീ. അതുപോലെ മറ്റൊരു കീ F2 ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു കീ ആണ് F2 എന്ന് പറയുന്ന ഒരു കീ. പിന്നെ അതുപോലെ ഈ ആരോ കീസ് ഇതെപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. കാരണം കഴ്സർ മൂവ് ചെയ്യുന്നതിന് ഈ ആരോ കീസ് വേണം. അതുപോലെ കുറേ കീസിൻ്റെ കോമ്പിനേഷൻസ് കൂടി വരും. അതായത് ഷിഫ്റ്റ് ആരോ കീസ് എപ്പോഴും യൂസ് ചെയ്യും. ഷിഫ്റ്റ് ആരോ കീ എന്ന് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആരോ കീസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ പിന്നെ വരുന്നത് കൺട്രോളും അതിൻ്റെ കോമ്പിനേഷൻ വരും. അതായത് കൺട്രോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് 1 പ്രസ് ചെയ്യുക. അതുപോലെ കൺട്രോൾ ഷിഫ്റ്റിൻ്റെ കോമ്പിനേഷൻ വരാം. അങ്ങനെയാണെങ്കിൽ കൺട്രോളും ഷിഫ്റ്റും ഹോൾഡ് ചെയ്ത് അത് വേണമെങ്കിൽ ഈ ഭാഗത്തെ ഷിഫ്റ്റും കൺട്രോളും യൂസ് ചെയ്യാം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്. അല്ലെങ്കിൽ ഈ ഭാഗത്ത് രണ്ട് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് 1 പ്രസ് ചെയ്യാം. ഇങ്ങനെ കുറേ കോമ്പിനേഷൻസ് വരും. അതുപോലെ ഷിഫ്റ്റ് എൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റും എൻ്ററും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുക. അത് ആദ്യം പറയുന്ന കീ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചതുകൊണ്ട് എൻ്റർ പ്രസ് ചെയ്യുക. ഈ രീതിയിൽ വരും. പിന്നെ ഉള്ളത് ആൾട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആൾട്ട് കീ ആണ്. എക്സൽ ഉപയോഗിക്കുമ്പോൾ ആൾട്ട് കീ ഈ പുതിയ എക്സൽ അതായത് 2007 മുതൽ വരുന്ന എക്സലിൽ ആൾട്ടിൻ്റെ കീ ഉപയോഗിക്കുന്നതിൽ 2 രീതിയുണ്ട്. അതായത് ചില സന്ദർഭങ്ങളിൽ ആൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് കോമ്പിനേഷൻസ് ഉപയോഗിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ആൾട്ട് S, ആൾട്ട് F, ആൾട്ട് G ഇങ്ങനെ ഈ രീതിയിൽ ആൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടായിരിക്കും ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരുന്നത്. എന്നാൽ മറ്റ് ചില സന്ദർഭങ്ങളിൽ അതാണ് ഏറ്റവും പ്രത്യേകത. ഈ കീബോർഡ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ആൾട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൾട്ട് HAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ട് പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, അതിനുശേഷം HAC ഈ രീതിയിൽ പ്രസ് ചെയ്യേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞു ആൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഉപയോഗിക്കേണ്ട ചില സന്ദർഭങ്ങളും വരും. മിക്കവാറും ഇപ്പോഴുള്ളതെല്ലാം ആൾട്ട് കീയിൽ മാത്രമാണിത്. ആൾട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആ കമാൻഡ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആൾട്ട് WVG ഇങ്ങനെ ഒരു കീ ഉണ്ട്. ആൾട്ട് WFF ആൾട്ട് പ്രസ് ചെയ്ത് ഉടനെ തന്നെ പോകണമെന്നില്ല. ആൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കീ ഏതാണെന്ന് എക്സൽ വെയിറ്റ് ചെയ്യും. അപ്പോൾ ആൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം WFF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കമാൻഡാണ്. ഇനി അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സലിൽ പലർക്കും തുടക്കക്കാർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. അറിയാതെ ഈ സ്ക്രോൾ ലോക്ക് ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ അറിയാം സ്ക്രോൾ ലോക്ക് ഓൺ, നമ്മൾ ആരും ശ്രദ്ധിക്കില്ല. ചില സന്ദർഭങ്ങളിൽ അറിയാതെ സ്ക്രോൾ ലോക്ക് ഓൺ ആയി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്രോൾ ലോക്ക് എന്ന് പറയുന്ന ഈ കീ ഓൺ ആയിരിക്കും, പക്ഷേ ശ്രദ്ധിക്കില്ല. ആ സമയത്ത് നമ്മളിനി എന്തൊക്കെ കീ മൂവ് ചെയ്താലും എക്സലിലെ കഴ്സർ എന്ന് പറയുന്നത് അത് അവിടെ ഫ്രീസ് ആയി പോകും, വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി പോകും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ ഉടനെ നോക്കുക എക്സലിലെ സ്ക്രോൾ ലോക്ക് ഓൺ ആണോ, ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എക്സൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും
ഓഫായിരിക്കേണ്ട ഒരു കീ ആണ് ഈ സ്ക്രോൾ ലോക്ക്. കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പഠിച്ചാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് സ്പീഡിൽ എക്സൽ ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോ സീരീസ് എക്സൽ ആദ്യമായി കാണുന്നവരെ ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത്. എക്സലിൽ എന്തെങ്കിലും ചെയ്തു നോക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവർ ആ രീതിയിലുള്ളവരാണ്. അതായത് ഏറ്റവും ബിഗിനിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. മിക്കവാറും എല്ലാവർക്കും അറിയാം എന്നുള്ള ഒരു അസംഷനാണ്. എക്സൽ അറിയാം, ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ട്, സ്ക്രീൻ എല്ലാം അറിയാം, അതിനെപ്പറ്റി അറിയാം, അവരെ സംബന്ധിച്ച് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് എക്സലിന്റെ മെയിൻ സ്ക്രീനിലേക്ക് പോകാം. മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന സ്ക്രീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിൻഡോസ് 7 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് 10 ആണ്. അത് ഏത് വെർഷനാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാനിവിടെ കാണിക്കാം. ഫയൽ വന്നതിന് ശേഷം ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം മൈക്രോസോഫ്റ്റ് ഓഫീസ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രൊഫഷണൽ പ്ലസ് 2010. ഈ ഒരു പാക്കേജിനകത്തുള്ള പ്രോഗ്രാംസ് ഇതൊക്കെയാണ്: മൈക്രോസോഫ്റ്റ് ആക്സസ്, മൈക്രോസോഫ്റ്റ് എക്സൽ, മൈക്രോസോഫ്റ്റ് ഷെയർ പോയിന്റ് വർക്ക് സ്പേസ്, മൈക്രോസോഫ്റ്റ് OneNote, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റ് പബ്ലിഷർ, മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് ഇൻഫോപാത്ത്. ഇത്രയും പ്രോഗ്രാംസ് ഉണ്ട്. അത് ഓരോ പ്രോഗ്രാമും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിവിടെ പഠിക്കുന്നത് ഇതിൽ മൈക്രോസോഫ്റ്റ് എക്സൽ. ഇവിടെ യൂസ് ചെയ്യുന്ന വെർഷൻ 2010 ആണെന്ന് പറഞ്ഞു. ഓരോ വെർഷനിലും ഓരോ രീതിയിലായിരിക്കും അതിന്റെ വെർഷൻ നോക്കുന്നതും മറ്റു കാര്യങ്ങളും. ഇവിടെ നിന്ന് ഞാൻ എസ്കേപ്പ് പ്രസ് ചെയ്തു, വീണ്ടും മെയിൻ സ്ക്രീനിൽ വന്നു. നമ്മൾ സാധാരണ ഒരു ഓഫീസിൽ എന്തെങ്കിലും കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് ഒരു ജോലി ചെയ്യണമെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ ആണ് ചൂസ് ചെയ്യുന്നത്. അതേസമയം നമുക്കൊരു ലെറ്റർ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് എടുക്കാം. വേർഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ലെറ്റർ ടൈപ്പ് ചെയ്യാം. അവിടെ വലുതായിട്ട് കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്യുന്ന പർപ്പസ് ഞാൻ പറഞ്ഞു. അതായത് ഒരു സാലറി ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് വരുന്ന ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിക്കുന്നത്. ഇവിടെ സാധാരണ നമ്മൾ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചാൽ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു നോട്ട്ബുക്ക് വാങ്ങും. നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ അതിൽ 100 പേജുള്ള ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചെന്ന് വിചാരിക്കുക. അതിനകത്ത് 100 പേജസ് ഉണ്ടായിരിക്കും. പക്ഷെ മാത്തമാറ്റിക്സ് നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ രീതിയിലുള്ള നോട്ട്ബുക്ക് അല്ല ഉപയോഗിക്കുന്നത്. അതിന് പ്രത്യേക കോളം വരച്ച് ഹൊറിസോണ്ടലായി വരച്ചിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് എഴുതുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു ബുക്കുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കൂടുതലും മാത്സ് എഴുതുമ്പോൾ അവിടെ അതിന്റെ കാൽക്കുലേഷൻസ് ചെയ്യുന്നതിന് പ്രത്യേക കോളം, ആ രീതിയിൽ അതിനൊരു സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുമ്പോൾ അകത്ത് നമ്മൾ ടെക്സ്റ്റ് മാത്രമായിരിക്കും ടൈപ്പ് ചെയ്യുന്നത് കൂടുതലും. എന്നാൽ കുറച്ച് കാൽക്കുലേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള പവറും മൈക്രോസോഫ്റ്റ് വേർഡിനുണ്ട്. പക്ഷേ അതേസമയം ഞാൻ ഇത് ക്ലോസ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റിനേക്കാൾ കൂടുതലും കാൽക്കുലേഷൻസ് പ്രോസസ്സ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിക്കുമ്പോൾ കേൾക്കുന്ന 2 വേർഡുണ്ട്: മൈക്രോസോഫ്റ്റ് വർക്ക് ബുക്കും വർക്ക് ഷീറ്റ്. എന്താണ് മൈക്രോസോഫ്റ്റ് വർക്ക് ബുക്ക്? എന്താണ് വർക്ക് ഷീറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു കടയിൽ നിന്നും കണക്ക് എഴുതുന്നതിന് വേണ്ടി ഒരു ബുക്ക് വാങ്ങിച്ചെന്ന് വിചാരിക്കുക. ആ ബുക്കിൽ 100 പേജ് ഉണ്ടെങ്കിൽ അതിനെ ഓരോ പേജിനെയും ഓരോ വർക്ക് ഷീറ്റ് എന്ന് പറയാം. ആ ബുക്കിന്റെ മൊത്തത്തിൽ ഒരു വർക്ക് ബുക്ക് എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു സ്ക്രീനിൽ മുകളിൽ കാണുന്ന ബുക്ക് 1 എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് തന്നെ ഒരു ഫയൽ നെയിം ഉണ്ടാക്കി, ഫയലിന് ഒരു പേരുണ്ടാക്കി ബുക്ക് 1 എന്ന പേരിൽ ഈ ഒരു ഫയലിനെ വർക്ക് ബുക്ക് എന്ന് പറയാം. ആ വർക്ക് ബുക്കിനകത്ത് ഉള്ള മൾട്ടിപ്പിൾ പേജസ് ആണ് ഈ കാണുന്ന ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. അതായത് മനസ്സിലാക്കേണ്ടത്, എക്സലിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്യുന്ന ആ ഫയലിനെ വർക്ക് ബുക്ക് എന്ന് പറയും. അതിനകത്തുള്ള നമ്പർ ഓഫ് ഷീറ്റ്സിന് വർക്ക് ഷീറ്റ് എന്ന് പറയും. ഇവിടെ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3, അതായത് 3 പേജുള്ള ഒരു ബുക്ക് നമ്മൾ വാങ്ങി എന്ന് സങ്കല്പിക്കുക. ഈ 3 പേജിലും നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ കാണുന്നത് 1ാമത്തെ ഷീറ്റ്, ഷീറ്റ് 1 എന്ന് പറയുന്നത്. ഇതൊരു വളരെ വലിയ ഷീറ്റാണ്. ആ ഷീറ്റിൽ ആരോ കീസ് ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ കഴ്സർ മൂവ് ചെയ്യുമ്പോൾ ഈ ബോക്സിൽ കാണുന്ന ഇതിനെയാണ് കഴ്സർ എന്ന് പറയുന്നത്, എക്സലിന്റെ കഴ്സർ. അപ്പോൾ വർക്ക് ഷീറ്റും വർക്ക് ബുക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ഞാൻ ഇതിൽ കൂടുതൽ ഷീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാം, അതിന് കമാൻഡ് ഉണ്ട്. അതുപോലെ ഷീറ്റ് നമ്പർ ഓഫ് ഷീറ്റ് വേണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടാം. ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മുടെ സൗകര്യം അനുസരിച്ച്, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് സാലറി കാൽക്കുലേഷൻ ആണെന്ന് വിചാരിക്കുക, പേറോൾ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സാലറിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആണെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നെയിം നമ്മൾ കൊടുത്ത് ആ ഒരു വർക്ക് ബുക്കിനെ സേവ് ചെയ്യണം. ആദ്യമായിട്ട് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്താൽ ഉടനെ തന്നെ Ctrl+S എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആസ് എന്നുള്ള, അതായത് പുതിയ ഒരു ഫയൽ നെയിം, അത് നമുക്ക് ഒരു ഫയൽ നെയിം ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇങ്ങോട്ട് കാണിക്കും. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഫയൽ നെയിം മാറ്റിയിട്ട് സാലറി
കാൽക്കുലേഷൻ ഇങ്ങനെ എൻ്റർ പ്രസ് ചെയ്തെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഫയൽ നെയിം എന്ന് പറയുന്നത് സാലറി കാൽക്കുലേഷൻ .xlsx. അതായത് സാലറി കാൽക്കുലേഷൻ എന്ന് പറയുന്ന വർക്ക് ബുക്കിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ വർക്ക് ബുക്കിൽ എത്ര ഷീറ്റ് ഉണ്ട്? ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 ഇങ്ങനെ 3 ഷീറ്റ് ഉണ്ട്. അതായത് 3 ഷീറ്റുള്ള ഒരു വർക്ക് ബുക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ബുക്ക് വാങ്ങി, 3 ഷീറ്റുള്ള ഒരു ബുക്ക് വാങ്ങി. ഇനി ഇതിനകത്ത് ഷീറ്റ് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം, കുറയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനെല്ലാം കമാൻഡ് ഉണ്ട്, അതെല്ലാം ഞാൻ വരുന്ന വഴിയിൽ പറയാം. ഇനി ഈ ഒരു ഷീറ്റിന്റെ വലിപ്പം ഒന്ന് നോക്കാം എത്ര ഉണ്ടെന്നുള്ളത്. വളരെ വലിയ ഷീറ്റാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഷീറ്റാണ്. ഓരോ സെല്ലിനും വളരെ പവർഫുൾ ആണ്. അതിനകത്ത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം, ഡേറ്റ ടൈപ്പ് ചെയ്യാം, ഡേറ്റ് ടൈപ്പ് ചെയ്യാം, ഇങ്ങനെ പലതരത്തിലുള്ള ഡേറ്റ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇതിന്റെ ഷീറ്റിന്റെ വലിപ്പം ഒന്ന് ഞാൻ കാണിക്കാം. ഇവിടെ 1, 2, 3, 4, 5, 6 എന്ന് പറയുന്നത് റോസ് ആണ്. അതിലാർക്കും അറിയാവുന്നതാണ്. അത് റോ, ഹൊറിസോണ്ടൽ ലൈൻസ് പോകുന്നത് റോസ് എന്നും. ABCDEFGHIJKL ഇങ്ങനെ പോയി Z വരെ വന്നതിന് ശേഷം AAAB ഇങ്ങനെ പോകും. ഇതിനെ കോളംസ് എന്ന് പറയും. അപ്പോൾ കോളം എന്ന് പറയുന്നത് ഇങ്ങനെ താഴോട്ട് പറഞ്ഞാൽ കോളം, റൈറ്റിലോട്ട് പോകുന്നത് റോസ്. കഴ്സർ നിൽക്കുന്നത് ഒരു റോയും കോളവും ചേർന്നുണ്ടാകുന്ന ഒരു പൊസിഷനിലാണ്. ഓരോ പൊസിഷനും ഒരു അഡ്രസ് ഉണ്ട്. ഈ പൊസിഷന് വേണമെങ്കിൽ D എന്നും 6 എന്നും പറയാം. അതായത് ഇവിടെ കാണാം D6, D6, DE6, F6, G6, H6 ഈ രീതിയിൽ പോകും. ഇതാണ് ഓരോ കോളംസ്. അപ്പോൾ എക്സലിലെ ഓരോ കഴ്സർ മൂവ് ചെയ്യുന്നതിന് ഓരോ സെൽ അഡ്രസ് ഉണ്ട്. ഇതിനെ സെൽസ് എന്ന് വിളിക്കും. ഇനി ഇതിന്റെ വലിപ്പം കാണണമെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അറ്റത്ത് വരും. അതായത് എത്ര റോസ് ഉണ്ട്? 10,48,576 റോസും കോളംസ് എത്രയുണ്ടെന്ന് നോക്കണമെങ്കിൽ ഞാൻ റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. XFD എന്ന് പറയുമ്പോൾ ABCDEF AIZ തുടങ്ങി AAAB ആ രീതിയിൽ പോയി. XFD എന്ന് പറയുമ്പോൾ അത് ഏകദേശം എനിക്ക് തോന്നുന്നു 16,384 കോളംസ് ഉണ്ട്. 16,384 കോളവും 10,48,576 റോസുമുള്ള ഒരു വളരെ വലിയ ഷീറ്റാണ് ഒരു പേപ്പർ എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രോണിക് വർക്ക് ഷീറ്റ്. ഇതുപോലെ ഓരോ ഷീറ്റിലും ഷീറ്റ് 2ലേക്ക് വന്നു. ഷീറ്റ് 2ൽ വന്നപ്പോൾ അവിടെയും ഇതുപോലെ തന്നെയാണ്. ഈ രീതിയിൽ വളരെ വലിപ്പത്തിലുള്ള ഒരു വർക്ക് ഷീറ്റാണ്. ഇവിടെയാണ് നമ്മൾ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണ്ട എന്ത് കാൽക്കുലേഷൻ വേണമെങ്കിലും വളരെ ഈസി ആയി ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ഒരു ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൊണ്ട് കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റിന്റെ എക്സ്ട്രീം എൻഡിൽ വരും, ലെഫ്റ്റ് സൈഡ്. കൺട്രോൾ റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റത്ത് പോകും, റൈറ്റ് സൈഡിൽ റൈറ്റ് ബോട്ടം കോർണറിൽ വരും. അവിടെ നിന്ന് കൺട്രോൾ അപ്പ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് റൈറ്റ് കോർണറിൽ വരും. അവിടെ നിന്ന് കൺട്രോൾ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിൽ വരും, ഹോം സ്ക്രീനിൽ വരും. അതായത് ഹോം സെല്ലിൽ വരും, ഇനിഷ്യൽ സെല്ലിൽ വരും, A1. ഇങ്ങനെയാണ് ആ സ്ക്രീനിന്റെ ഒരു വലിപ്പം കാണിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇനി നമ്മളിവിടെ ഇതിനകത്തായിരിക്കും ഡേറ്റാസ് എല്ലാം എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു എക്സസൈസ്, ഒരു സാമ്പിൾ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് കാണിച്ചതിന് ശേഷം ഒരു മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ചെറിയൊരു സാമ്പിൾ എക്സസൈസ് കാണിക്കാം. അതെങ്ങനെയാണെന്ന് ചെയ്തു പോകുന്നതിനോടൊപ്പം നമ്മൾ ഈ കീബോർഡും ഇത് എല്ലാം പഠിച്ചു പോകും. കാരണം ഈ ഒരു വീഡിയോയുടെ ടൈം ഡ്യൂറേഷൻ കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ട് മുതൽ എക്സൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങും. അപ്പോൾ അതിനോടൊപ്പം ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, എന്താണ് വർക്ക് ബുക്ക്, എന്താണ് വർക്ക് ഷീറ്റ്, അത്രയും കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എക്സലിന്റെ സ്ക്രീനും കണ്ടു. ഇനി അടുത്ത പാഠം മുതൽ നമുക്ക് എക്സൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്തു തുടങ്ങാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ അപ്ലോഡ് ആകുന്നതുവരെ കാത്തിരിക്കുക.